നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. കുളി കഴിഞ്ഞ് മെസ്സിൽ പോയി ഭക്ഷണം കഴിച്ച് തിരികെ റൂമിൽ വരുമ്പോഴും ഉറങ്ങാൻ നേരവും ഇനി എങ്ങോട്ട് എന്ന വല്ലാത്ത ചിന്തയിലായിരുന്നു ഇരുവരും. അപ്പോഴാണ് നിലയുടെ ഫോണിൽ ഭദ്രയുടെ കോള് വന്നു. കാവ്യയുടെ മുന്നിൽ വെച്ച് ഭദ്രയോട് സംസാരിക്കാൻ ആദ്യമൊക്കെ അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എല്ലാ കാര്യവും കാവ്യ അറിഞ്ഞുകൊണ്ട് തന്നെ കാവ്യയുടെ മുമ്പിൽ വെച്ച് എന്നെ നില ഫോൺ അറ്റൻഡ് ചെയ്തു. വിശേഷങ്ങളെല്ലാം പറഞ്ഞ ശേഷം അവസാനം ഭദ്ര ഏലസിനെ കുറിച്ചാണ് അവളോട് സംസാരിച്ച്. നിലയ്ക്ക് എന്തു പറയണമെന്നൊരു ഐഡിയയും കിട്ടിയില്ല. പറ മോളെ, ഏലസ് അറിയി തന്നെ ഉണ്ടല്ലോ അല്ലേ? മോളെ എന്തോന്നും മിണ്ടാത്തേ? ഉണ്ടമ്മ. നിശ്ചയത്തിന് മുമ്പ് തന്നെ പൂജ തുടങ്ങും. മോൾ ഉടനെ വരേണ്ടി വരും കേട്ടോ. വരുമ്പോൾ ഏലസ് ഭദ്രമായിട്ട് കൊണ്ടുവരണം. എങ്ങും കളയാൻ പാടില്ല, സൂക്ഷിക്കണേ മോളെ. പൂജക്കുള്ള ഡേറ്റ് നോക്കാൻ നാളെ ശശിയേട്ടൻ പോവും. പൂജയ്ക്ക് വരുമ്പോൾ പിന്നെ നിശ്ചയം കഴിയണവരെ മോൾക്ക് ഇവിടെ നിൽക്കേണ്ടി വരും. ഓഫീസിൽ നേരത്തെ തന്നെ അവധിയെടുക്കുന്ന കാര്യം അറിയിക്കണം കേട്ടോ. ഉള്ളിൽ നുരഞ്ഞു പൊന്നുന്ന ദുഃഖം കടിച്ചമർത്തി സാധാരണ എന്നോട് അവർ പറഞ്ഞു തീർത്തു. നീലാംബരിയുടെ കണ്ണുകൾ പെട്ടെന്ന് തന്നെ നിറഞ്ഞു വന്നു. മറുതരക്കിൽ മോളുടെ ശബ്ദം കേൾക്കാതെയായപ്പോൾ ഭദ്ര സങ്കടത്തോടെ കോള് കട്ട് ചെയ്തു. എന്താ നില, നീ എന്തിനാ കരയുന്നത്? അവൾ ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നെ കാവ്യ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു. മുകുന്ദനുമായുള്ള വിവാഹ നിശ്ചയത്തിന്റെയും തറവാട്ടിൽ ശാപം തീർക്കാനായി എല്ലാ കൊല്ലവും നടത്തിവരുന്ന പിതൃപൂജയെ പറ്റിയുമൊക്കെ. നില, നിനക്ക് പറ്റില്ലെന്ന് സ്ട്രോങ് ആയി പറഞ്ഞാലെന്താ? ഇപ്പൊ തന്നെ വിളിച്ച് പറയും. നിനക്ക് നിശ്ചയത്തിനും കല്യാണത്തിനും സമ്മതമില്ലെന്ന്. അല്ല പിന്നെ ഈ 2Kയിൽ പോലും പെൺപിള്ളേർക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ അതിന് മറുപടിയായി നീലാംബരി ഒന്ന് ചിരിച്ചു. എല്ലാ നിസ്സഹായതയും കൂട്ടിവെച്ചൊരു നൊമ്പരച്ചിരി. എന്ത് പറഞ്ഞാലും നീ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചോ? ബോൾഡായിട്ട് തീരുമാനിക്കേണ്ട സമയമായത്. ഒരു കാര്യം ചെയ്യാം, നീ എവിടെയും പോയി ഒളിവിൽ താമസിക്കും, അതാ നല്ലത്. ആരെങ്കിലും അന്വേഷിച്ച് വന്നാലേ നീ ആരെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയി ഞാൻ പറഞ്ഞോളാം. നീലപ്പ് ഉച്ചത്തോടെ ഒന്ന് മൂളി. അതിന്റെ പിറ്റേ ദിവസം സ്വത്തുക്കളെല്ലാം അമ്മാവിന്റെ പേരിൽ എഴുതി വെച്ച്. മേലാറ്റൂർ തറവാട്ടിലെ ഭദ്ര ആത്മഹത്യ ചെയ്യുന്ന ഒരു വാർത്ത പുറത്തു വരും. ചിലപ്പോൾ അങ്ങനെ ഒരു വാർത്ത കൂടി വരില്ല. എൻ്റെ അച്ഛനെ കൊന്ന പോലെ. പറഞ്ഞത് മുഴുമിക്കാതെ അവളൊരു പിടച്ചിലോടെ നിർത്തി. എന്താ പറഞ്ഞേ? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? കാവ്യയോട് എന്ത് പറയണമെന്നറിയാതെ നീല ഒരു നിമിഷം പരിങ്ങിപ്പോയി. എത്രയൊക്കെ ഒളിച്ചു വെച്ചാലും ആരിൽ നിന്നും മറച്ചു വെച്ചാലും ചില സത്യങ്ങൾ അതങ്ങനെയാണല്ലോ. അത് മറനീക്കി ആരുടെയെങ്കിലും നാവിൻ തുമ്പിലൂടെ പുറത്തു വരും. പക്ഷേ കാവ്യയോട് ഇതൊക്കെ പറയേണ്ട കാര്യമില്ലെന്ന് അവൾക്ക് തോന്നി. അറിയാത്ത കാര്യം എങ്ങനെ പറയാനാണ്? അതൊന്നുമില്ലടാ, ഞാൻ വെറുതെ എൻ്റെ മനസ്സിൽ തോന്നുന്നൊക്കെ പറയുന്നതന്നേ ഉള്ളൂ. ഇനിയെങ്ങാനും നിന്റെ അച്ഛനെ, നിന്റെ അമ്മാവൻ? അറിയില്ല കാവ്യ, അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാ? മരിക്കാനുള്ളവർ മരിച്ചു, ഇനി ജീവിച്ചിരിക്കുന്നവരെ കൂടി ഇല്ലാതാക്കിയിട്ട് എന്തിനാ? നീ പറഞ്ഞ പോലെ ആരിൽ നിന്നും നിലയിനി ഒളിച്ചോടില്ല. അതൊക്കെ കഥകളിൽ മാത്രമേ നടക്കൂ. ജീവിതത്തിൽ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ നീ? ബെഡ്റൂമിന്റെ ബാൽക്കണിയിലുള്ള ലോഞ്ചറിൽ ഇരുകൈകളും തലക്കടിയിൽ വെച്ച് കാലുമേക്കാൽ കയറ്റി മറന്നിടക്കുകയാണ് ജാൻ. തെളിഞ്ഞ ആകാശത്തിൽ നിറയെ നക്ഷത്രങ്ങൾ. പക്ഷെ അവന്റെ മനസ്സിലൊരു കുഞ്ഞു നിലാവ് മിന്നിത്തിളങ്ങി. നീലക്കൽ മൂക്കുത്തിയിട്ട് കീഴ്ച്ചുണ്ടിനെ മറുകു കാട്ടി മയക്കുന്ന ഒരു കുഞ്ഞു നിലാവ് അവന്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. ഒരു വസ്തുവിൽ പെട്ടെന്ന് ആകൃഷ്ടരാകുന്നവരാണ് നമ്മൾ മനുഷ്യർ. അത് എത്ര വില കൊടുത്തും സ്വന്തമാക്കുകയും ചെയ്യും. അതുപോലെ വളരെ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് തോന്നുന്ന വികാരമാണ് പ്രണയം. വർഷങ്ങളായി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവർക്കിടയിലും പ്രണയം എന്ന വികാരം ഒരു നിമിഷം കൊണ്ട് ഉടലെടുത്ത കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ. പക്ഷേ സ്വന്തമാക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. പ്രണയം വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. നീലാംബരി എന്ന കുഞ്ഞു നിലാവ് ജാന്റെ കണ്ണുകളിൽ മറ്റൊരാളിനു വേണ്ടി തിളങ്ങുന്ന ഒന്നാണ്. ഒരു നിമിഷം മുകുന്ദൻ എന്ന പേരിനോട് പോലും അവന് വെറുപ്പ് തോന്നി. പക്ഷേ നീലാംബരി പലപ്പോഴായി തന്നെ കൊതിപ്പിച്ച് കടന്നു പോകുന്നവളാണ്. അവളുടെ നോട്ടം, തന്നെ കാണുമ്പോൾ കണ്ണുകളിൽ കാണുന്ന തിളക്കം, അവളിലെ പരവേശം. തന്നെ കണ്ണുകളിൽ നോട്ടമെയ്തും തന്റെ ദേഹത്തോട് ചേർന്നിന്നും തന്റെ പെർഫ്യൂം സുഗന്ധത്തെ ആഞ്ഞു ശ്വസിച്ചു. താൻ എന്ന പുരുഷന്റെ സൗന്ദര്യത്തെ നോക്കി നിന്നുമൊക്കെ വല്ലാത്തന്റെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് തന്നെ മയക്കി കടന്ന് കളയുന്നു. എന്തിനാവും അത്? ഊണിലും ഉറക്കിലും അവളുടെ മുഖം, ശ്വസിക്കുന്ന ജീവവായിൽ പോലും അവളുടെ സുഗന്ധം, മത്തുപിടിപ്പിക്കുന്ന അവളുടെ സൗന്ദര്യത്തിൽ താൻ അടിമപ്പെടുന്ന പോലെ. കിരണിനോട് പോലും ഒന്നും ഷെയർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. കാരണം അവന്റെ സ്വഭാവം വെച്ച് ഒന്ന് വീതം 4 നേരം പിന്നെ അവളുടെ പേര് പറഞ്ഞ് തന്നെ കളിയാക്കും. അവൻ വീട്ടിൽ പറഞ്ഞു വരുത്തും, ഗ്രാൻഡ്മയെ എൻഗേജ് ആക്കും. മൊത്തം ഫാമിലി ഇൻഫോം ചെയ്യുന്നതിന്റെ ഇൻചാർജ് ഗ്രാൻഡ്മയെ ഏറ്റെടുക്കും. ജാന്റെ ചിന്തകൾ അതിരുകടന്നു. ഒരു വേള നീലാംബരിയോട് സംസാരിച്ചാലോ എന്ന് പോലും അവന് തോന്നി. പറ്റുന്നില്ല, ഒരു നിമിഷം പോലും പറ്റുന്നില്ല. അവളെ കാണെ മനസ്സിന്റെ പിടിവിട്ടു പോകുന്ന പോലെ. പക്ഷെ ആരുടെയും മുമ്പിൽ തോൽക്കാൻ വയ്യ. ഓഫീസിൽ പോവാതിരുന്നാലേ എന്ന് പോലും അവൻ ചിന്തിച്ചു പോയി. രാവിലെ കിരൺ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി വന്നപ്പോഴും ജാന്റെ റൂം അടഞ്ഞു തന്നെ കിടന്നു. 2 തവണ ബെഡ്റൂം ഡോറിൽ കിരൺ നോക്ക് ചെയ്തു. പക്ഷെ വാതിൽ തുറന്നില്ല. ഫോൺ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. അവനെ കാക്കാൻ നിൽക്കാതെ കിരൺ ഓഫീസിലേക്ക് ഇറങ്ങി. രാവിലെ ഉണർന്നപ്പോഴും ഫ്രഷായി ഓഫീസിൽ പോകാൻ റെഡിയാകുമ്പോഴെല്ലാം നീലാംബരിയുടെ മനസ്സിൽ ഒന്ന് മാത്രമായിരുന്നു: എങ്ങനെയും ജാന്റെ കയ്യിൽ നിന്ന് തന്റെ ഏലസ് തിരികെ വാങ്ങണം. ഒരുപക്ഷെ അയാളത് അപ്പോൾ തന്നെ പിന്നിലിട്ടിട്ടുണ്ടാവും. എങ്കിലും ഒരിക്കലും തനിക്കിനി അത് കിട്ടില്ല. പെട്ടെന്നാണെന്ന് ജാൻ പറഞ്ഞവൾക്ക് ഓർമ്മ വന്നത്. ഞാൻ തൊടുമ്പോൾ നിന്റെ കൺട്രോൾ പോകുന്ന ദിവസം നീ പറ.
അന്ന് കാറ്റുപോലെ അവന്റെ ശബ്ദം തന്റെ കാതിൽ പതിഞ്ഞതോർക്കെ ഓർത്തെടുത്ത വാചകം പാതി വഴിയിൽ നിർത്തിക്കളഞ്ഞു നീലാംബരി. ദേഹമാകെ കുളിര് കോരുന്ന പോലെ. മെസ്സിൽ ഫുഡ് കഴിക്കുന്നിടയിൽ കാവ്യ അവളെ ഒന്ന് ചൂഴ് നോക്കി. വല്ലാത്ത ചിന്തയിലാണ്. നീല, നീ ബ്ലഷ് ചെയ്യുന്നു. നീ ഇപ്പൊ എന്താ ഓർത്ത്? ഞാനോ? ഒന്നുമില്ലല്ലോ. അല്ലല്ല, നിനക്ക് നാണം വന്നു. എന്തോർത്ത്? മോക്ക് ചുമന്നില്ലോ. നീ കുറച്ചു മുന്നേ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. പുതിയ റൊമാൻറ്റിക് സ്വപ്നം വല്ലോ? ഒന്ന് പോടി, നിനക്ക് വട്ട. ഇന്ന് നേരത്തെ ഓഫീസിൽ ഇറങ്ങി പുതിയ ഹോസ്റ്റൽ കണ്ടുപിടിക്കണം. ആ വാർഡിൽ നിന്നല്ല ഇഞ്ചി അടിച്ച പോലെ നിന്നാ ഞാൻ ഓർത്ത്. ഓ, അങ്ങനെ ഒരു കുരിശുണ്ടല്ലോ, ഞാൻ ഓർത്തില്ല. എന്തായാലും നന്നായി, ഇത്രയും ദൂരം യാത്രയുണ്ടല്ലോ. ഹോസ്റ്റലിൽ പുതിയ ഓഫീസിനടുത്ത് നോക്കാം, അതാ നല്ലത്. എന്നാ കിരണിനോട് നമുക്ക് ഹെൽപ്പ് ചോദിക്കാം. ശരിയാ, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷർപ്പിക്കുന്ന അതിൻ്റെ ഒരു ഇത്. ഏത്? കാവി നീലാംബരി നോക്കിയതും ബാക്കി അവൾ പറഞ്ഞു. ഒരു ഇത്, അത് തന്നെ. രണ്ടാളും ചിരിച്ചു. ഓഫീസിലെത്തിയതും ഇരുവരും ചായ കാപ്പി സപ്ലൈ ആരംഭിച്ചു. കോഫി ബാർ വരെ പോവേണ്ട കാര്യമേ ഉള്ളൂ എല്ലാവർക്കും. ചിലർ മടിപിടിച്ച് അവരവരുടെ ക്യാബിനിൽ തന്നെ ഇരിക്കും. പല ഫ്ലോറിൽ നിന്നും ഡിസൈൻ ചെയ്തു വരുന്ന ന്യൂ ഡിസൈൻസ് ജാൻ്റെ ടേബിൾ എത്തുന്നതിന് മുമ്പ് തന്നെ സീനിയർ ഡിസൈനർമാർ ഒരിക്കൽ കൂടി ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്. അവരിൽ ചിലർ വലിയ ജാടകളുടെ കൂട്ടത്തിലാണ്. 10ഓളം പേരടങ്ങുന്ന ഒരു ടീമായി മീറ്റിംഗ് റൂമിൽ ചർച്ച തുടങ്ങിയിട്ട് സമയം കുറയായി. അവർക്കായി ചായയും കോഫിയും സപ്ലൈ ചെയ്ത് തളർന്നു നമ്മുടെ കാവ്യയും അശ്വിനും ഡാലിയയും. പക്ഷേ നീലാംബരിക്ക് ഒരു കെട്ട് ഫയൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുണ്ടായിരുന്നു. ബട്ടൺ ഞെക്കി ഞെക്കി തേഞ്ഞു പോയ വലത് കൈയിലെ ചൂണ്ടുവിരൽ നോക്കി സങ്കടപ്പെടുമ്പോഴാണ് വല്ലാത്തൊരു ഇമ്പമുള്ള സ്വരം കാതിൽ കേട്ടത്. ഏയ് ബ്യൂട്ടി! ഒന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ലൂക്കയാണ്. കുറെ ദിവസം ആളിനെ കണ്ടിട്ട്. അന്ന് ജാന് ഷർട്ട് സെലക്ട് ചെയ്യാൻ പോയപ്പോൾ കണ്ടതാണ്. ഹായ് ലൂക്ക, എന്താ ഇവിടെ? ഒരു മീറ്റിംഗ് ഉണ്ട്, ജാൻ വന്നോ? ലൂക്ക ചോദിക്കുമ്പോഴും നീല ലൂക്കയെ തന്നെ നോക്കി നിന്ന് പോയി. വല്ലാത്തൊരു സൗന്ദര്യം. ഒരു ലോങ് ചുബയാണ് വേഷം. മുടി മൊത്തത്തിൽ മാൻബൺ ചെയ്തിരിക്കുന്നു. കണ്ണിലെ കൂളിംഗ് ഗ്ലാസ് നെറ്റിക്കുമേൽ കയറ്റി വെച്ചിരിക്കുന്നു. ലൈറ്റായി മേക്കപ്പ് ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. നീലാംബരിയുടെ നോട്ടം കണ്ട് ലൂക്കക്ക് നാണം വന്നു. എന്റെ നില, നീ എന്നെ ഇങ്ങനെ നോക്കിക്കൊല്ലാതെ. ഞാൻ ചോദിച്ച കേട്ടോ നീ? നിങ്ങളുടെ സെക്സി ബോസ് വന്നോന്ന്? ഞാൻ അവനെ കാണാനാ ഓടി വന്നത്. നീലാംബരി ലൂക്കയിൽ നിന്ന് നോട്ടം മാറ്റി പ്രിന്റിംഗ് മെഷീനിലേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞു. ഇതുവരെ എത്തിയിട്ടില്ല. ആക്ച്വലി എനിക്കും ജാൻ സാറിനെ. ഓ മൈ ഗോഡ്, നിനക്കും? അല്ല, എനിക്കും ജാൻ സാറിനെ കാണണമായിരുന്നു. എന്തിനാ? വല്ലാതെ ഒന്ന് ആക്കിയാണ് ലൂക്ക ചോദിക്കുന്നത്. അത് പിന്നെ ലീവ് ചോദിക്കാനാ. നെക്സ്റ്റ് വീക്ക് ലോങ് ലീവ് വേണമായിരുന്നു. ലോങ് ലീവോ? എന്തിനാ ലോങ് ലീവൊക്കെ? ലൂക്ക സംശയത്തോടെ ചോദിച്ചു. ഇവളുടെ എൻഗേജ്മെന്റ്. പെട്ടെന്നുള്ള ആ ശരീരം കേട്ട് രണ്ടാളും ചുറ്റും നോക്കി. അവിടേക്ക് വന്ന കാവ്യ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാണ്. നീലാംബരിയുടെ ദേഷ്യം കാണെ നാവ് ചതിച്ച പോലെ നാക്കിന് തുമ്പ് കടിച്ചു പിടിച്ചെന്ന് പോയി കാവ്യ. ഓ മൈ ഗോഡ്, നോ നില, യു കാൻ ഡു ദിസ്. ലൂക്ക അതിശയത്തോടെ പറഞ്ഞു. ഐ മീൻ, എനിക്കൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട് നിന്നോട്. നിന്റെ കരിയർ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യം. ഈ എൻഗേജ്മെന്റ് ആൻഡ് മാരേജ്, ഇതൊക്കെ നിന്റെ ഭാവി നശിപ്പിക്കുന്നില്ല. നീ എന്താ ഇങ്ങനെ? ഈ ബ്യൂട്ടി, ഓ മൈ ഗോഡ്, നിന്റെ ഈ ബ്യൂട്ടി മൊത്തം ഏതോ ഒരുത്തൻ്റെ. ലൂക്ക നെഞ്ചത്തടിച്ച് നിലവിളിക്കും പോലെയാണ് പറയുന്നത്. ലൂക്ക! നിലവേഗം ലൂക്കയുടെ വായ പൊത്തിക്കൊണ്ട് ചുറ്റും നോക്കി. ഇതിപ്പോ ഫോട്ടോ സ്റ്റാറ്റ് അടിച്ച് എല്ലാവർക്കും ഒരു കോപ്പി കൊടുത്ത പോലെ ആയല്ലോ ദൈവമേ. അവൾ ഓർത്തുപോയി. എന്റെ പൊന്നെ, എന്തൊക്കെ വൃത്തിയാണ് ലൂക്കായി വിളിച്ചു പറയുന്നേ. ലൂക്ക ചുണ്ടുകൂട്ടി അവളെ നോക്കി. ഞാൻ അതല്ല ഗേൾസ് ഉദ്ദേശിച്ച്. നിന്റെ ഈ ബ്യൂട്ടി നമുക്ക് മറ്റു പലതിനും ഉപയോഗപ്പെടുത്താനുള്ളതാ. ഐ മീൻ ജാൻ. എന്തോന്ന്? നീലാംബരിയും കാവ്യയും ലൂക്കയെ പകച്ച് നോക്കി നിന്നു. ഈ കാലാവസ്ഥ മാറ്റാനെന്നോണം ഒരാൾ അവിടേക്ക് വന്നു. കിരൺ. 3 പേരോടുമായി അവനൊന്ന് ചിരിച്ചു കാണിച്ചു. കാവ്യ കിരണിനെ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി. തികച്ചും ഒഫീഷ്യൽ ലുക്കിലായിരുന്നു അവൻ. വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാന്റും ബ്ലാക്ക് ബ്ലേസറും ബ്ലാക്ക് ഷൂവും ധരിച്ച് വല്ലാത്തൊരു ഭംഗിയിൽ വന്ന കിരണിനെ അവൾ മറന്ന് നോക്കിപ്പോയി. ഏറെ നേരമായി കാവ്യ തന്നെ നോക്കി നിൽക്കുന്ന കിരണും ശ്രദ്ധിച്ചിരുന്നു. കിരൺ നോക്കുന്ന കണ്ടതും ഒരു പതർച്ചയോടെ അവൾ കിരണിന്റെ പുറകിലേക്ക് നോക്കുന്നതായി അഭിനയിച്ചു. അത് ഇയാൾ തന്നെ നോക്കിയത്. നല്ല ലുക്കിലാണെന്ന്. പിന്നെ പുറകിൽ നോക്കിയത് ജാൻ വരുന്നുണ്ടോ നോക്കിയതാ. ആരൊക്കെ ഏതൊക്കെ ലുക്കിൽ വന്നാലും നമ്മുടെ കലിപ്പൻ സിയോ കയറി വരുമ്പോൾ മുന്നേ വന്നവരൊക്കെ പുള്ളി കണ്ണ് കെട്ടാതിരിക്കാൻ വിട്ടാണെന്ന് തോന്നിപ്പോ. ലൂക്ക അത്യാവശ്യം നല്ലപോലെ ഒച്ചത്തിൽ ചിരിച്ചുകൊണ്ട് കൈകൊട്ടി. കിരൺ കൊച്ചുകുട്ടികളെ പോലെ മുഖം ചുളിച്ചുകൊണ്ട് കാവ്യയും ലൂക്കയും മാറി മാറി നോക്കി. ഇരുവരും ചിരിക്കുകയാണ്. തൊട്ടപ്പുറത്തായി മാറി നിൽക്കുന്ന നീലാംബരി മൂക്കിന് താഴെയായി ചൂണ്ടുവിരൽ വെച്ച് ചിരി കടിച്ചമർത്തുന്ന കാണെ അവന് സഹിച്ചില്ല. യു ടു ബ്രൂട്ടസ്. അത് കേട്ട് നീല പിടിച്ചു വെച്ച ചിരി പിടിവിട്ട് ഉറക്കെ ചിരിച്ചു പോയി. ചിരിച്ചോ, നീയൊക്കെ നല്ലപോലെ ചിരിച്ചോ. ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നിനക്കൊക്കെ ഞാൻ നല്ല പണിയിരുന്നുണ്ട്. ലൂക്ക, എൻ്റെ കൂടെ വാ. ജാൻ ഓഫീസിൽ വരില്ല. സൂം മീറ്റിംഗ് ഷാർപ്പ് 11:30 സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ദുബായ് ഷോയുടെ കോർഡിനേറ്ററോടൊപ്പം ജാനും ജോയിൻ ചെയ്യും. അപ്പം അവർ ഫോട്ടോസ് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞതോ?
ഫോട്ടോഷൂട്ട് നടത്തേണ്ട സ്ഥലം ഫിക്സ് ചെയ്തോ? ലൂക്ക ഗൗരവത്തോടെ കിരണിനോട് ചോദിച്ചു. ഫോട്ടോഷൂട്ട് എന്ന് കേട്ടപ്പോൾ തന്നെ നീലാംബരിയുടെ മുഖത്ത് ബൾബ് കത്തി. ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് കിരണേട്ടാ? ഷൂട്ടിന് ഓഫീസിന് പുറത്തു വേണ്ടി വരുമോ? ഇനി ഞാനായിട്ട് ഇതിനാ കുറയ്ക്കുന്നത്? കാവ്യ അവളുടെ സംശയം ചോദിച്ചു. അപ്പൊ കിരൺ, ഞങ്ങൾ വരണ്ട ഫോട്ടോഷൂട്ടിന്? വെയിറ്റ്. ഫസ്റ്റ് ചോദ്യം, ഫോട്ടോ വേണമെന്നുള്ളത്. യെസ്, വേണം. അവർ ഡിസൈൻസിന്റെ ഫോട്ടോസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയാ ഇന്നത്തെ ഈ മീറ്റിംഗ്. ലൂക്കയെ നോക്കി പറഞ്ഞ ശേഷം കിരൺ നിലയ്ക്ക് നേരെ തിരിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓഫീസിന് പുറത്തു വേണ്ടി വരുമോ എന്നുള്ളത്. ഓഫ് കോഴ്സ് പോവേണ്ടി വരും. പല ലൊക്കേഷനിൽ പോവേണ്ടി വരും. പിന്നീട് കിരൺ കാവ്യക്ക് നേരെ തിരിഞ്ഞു. മൂന്നാമത്തെ ലാസ്റ്റ് ചോദ്യം, നിങ്ങൾ വരേണ്ടി വരുമോ എന്നുള്ളത്. ഒരിക്കലും കൊണ്ടുപോയില്ല. കാരണം ഇപ്പൊ കുറച്ചു മുമ്പ് നീയൊക്കെ അപമാനിച്ചു. അതുകൊണ്ട് വേറെ ആരെ കൊണ്ടുപോയാലും എന്റെ പെങ്ങളെയും നിന്നെയും ഞാൻ കൊണ്ടുപോവില്ല. അയ്യോ, അങ്ങനെ പറയില്ല കിരണേട്ടാ, പ്ലീസ്. ഞങ്ങൾ കൂടി കൊണ്ടുപോകാം. അവിടെ വന്ന ഇത് പട്ടി പണിവേണയിൽ ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങൾ ഓരം ചേർന്ന് നിന്നോളാം. നീലാംബരി ചിണുങ്ങിക്കൊണ്ട് കിരണിന്റെ കയ്യിൽ തോന്നി. കിരണിന് വെറുതെ കളിയാക്കേണ്ടായിരുന്നെന്ന് കാവ്യക്ക് തോന്നി. കഷ്ടായാലും ഈ ദുഷ്ടന്റെ ഗ്ലാമറിന്റെ വെള്ളറക്കിന്ന് അവൻ കണ്ടപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാ. പുറത്തുപോയി അടിച്ചു പൊളിക്കാൻ കിട്ടിയ ചാൻസ് പോയി കിട്ടി. കാവ്യ നിരാശ അടിച്ചിരുന്നപ്പോഴാണ് നീലാംബരി അവളെ തൂക്കിയത്. എടി കാവ്യ, എല്ലാം നീ കാരണം. കിരണേട്ടനോട് സോറി പറ. ഓ, എനിക്കങ്ങ് വയ്യ സോറി പറയാൻ. എല്ലാം കണ്ടു നിന്ന ലൂക്ക ചിരിയോടെ പറഞ്ഞു. ഗൈസ്, എന്റെ കൂടെ ഞാൻ കൊണ്ടുപോകാം. ഇതെല്ലാം എന്റെ ഡിസൈൻസാ. സോ ഫോട്ടോ സെക്ഷന് നേതൃത്വം കൊടുക്കുന്ന ഈ ഞാനാണ്. പക്ഷെ ഒറ്റ കണ്ടീഷൻ. ലൂക്ക എല്ലാവരുടെയും മുഖത്തോങ്ങി പറഞ്ഞു നിർത്തി. കിരൺ ലൂക്കയ്ക്ക് നേരെ ലോഡ് പുച്ഛം വാരിയെറിഞ്ഞു. കാവ്യ നിലയും പ്രതീക്ഷയോടെ ലൂക്കയെ നോക്കി. എനിക്ക് ഇഷ്ടമുള്ള ഒരു കോസ്റ്റ്യൂം ധരിച്ച് ഫോട്ടോക്ക് പോസ് ചെയ്യേണ്ടത് മൂന്നുപേരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. നീലാംബരി, ലൂക്ക ഉച്ചത്തിൽ പറഞ്ഞു. ലൂക്കയുടെ പറച്ചിൽ കേട്ട് ആ കിളി പറഞ്ഞു നിൽക്കുകയാണ് നീലാംബരിയും കാവ്യയും. എന്നാൽ കിരണിന്റെ മുഖത്തെല്ലാം നേരത്തെ പ്രതീക്ഷ പോലൊരു കള്ളശ്ശേരിയായിരുന്നു. കാരണം ലൂക്കസ് എബ്രാം എന്ന ഈ ലൂക്ക അങ്ങനെയാണ്. ഭംഗിയുള്ള എന്തിനോട് അയാൾക്ക് വല്ലാത്ത ഭ്രാന്താണ്. റോഡിൽ പൊരിവെയിലത്ത് കുട്ടിയെ ഒക്കത്ത് വെച്ച് പേനയും ബലൂണും കുടയൊക്കെ വിൽക്കുന്ന നോർത്ത് ഇന്ത്യൻ സ്ത്രീകൾ മുതൽ റെയിൽവേ സ്റ്റേഷനിൽ പിച്ചെടുക്കുന്ന സ്ത്രീകൾക്കിടയിൽ നിന്ന് പോലും സൗന്ദര്യം തേടിപ്പിടിച്ച് വലിയ മോഡൽസിനൊപ്പം നിർത്തിയിട്ടുള്ള വലിയ മനസ്സിന്റെ ഉടമയാണ് ലൂക്ക. ലൂക്കയ്ക്ക് ഒരു പാർട്ട്ണറുണ്ട്, പ്രേം ശ്രീവാസ്തു. ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു മോഡലും ഫാഷൻ ഫോട്ടോഗ്രാഫറുമാണ് പ്രേം. അയാൾ അങ്ങനെ ആക്കിയെടുത്തത് നമ്മുടെ ലൂക്കയാണ്. പ്രേം ലൂക്കയിൽ ലിവിംഗ് റിലേഷനായിട്ട് 3 വർഷം കഴിഞ്ഞു. ലൂക്ക ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവരങ്ങനെ ഒരു റിലേഷനിലായതും. ഇരുവരും ഒരുമിച്ച് അവധി ആഘോഷിക്കുന്ന ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പക്ഷേ ഇതിനും കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന മനുഷ്യന്റെ ജന്മസിദ്ധമായ കഴിവാണല്ലോ. അത്തരത്തിൽ ഒരുപാട് നെഗറ്റീവ്സ് ലൈഫിൽ നേരിട്ട് പൊരുതി ജയിച്ചു വന്ന് ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു ഫാഷൻ ഡിസൈനറാണ് ലൂക്ക. പക്ഷെ അതിന്റെ ഒരു തരത്തിലുള്ള അഹങ്കാരമോ അത്യാഗ്രഹമോ ലൂക്കയ്ക്കില്ല. അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ പ്രേം ശ്രീവാസ്തവിനെ സ്കൂൾ റീയൂണിയൻ സമയത്ത് വീണ്ടും കാണാനിടയായതും അവന്റെ ഫോട്ടോഗ്രാഫർ ആണെന്ന സ്വപ്നത്തിന് ലക്ഷ്യസ്ഥാനത്താണ് ലൂക്ക സഹായിച്ചതും. ലൂക്കയോട് പ്രേമിന് പ്രണയമാണ്. പൂർണ്ണമായി ലൂക്ക ഒരു സ്ത്രീയാവുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേം. കുഞ്ഞുനാളിൽ അമ്മ കൊടുത്ത വാക്ക് പൂർത്തിയാക്കാൻ വേണ്ടി മാത്രമാണ് പെണ്ണിന്റെ മനസ്സും പുരുഷന്റെ ഉടലുമായി ലൂക്ക ഇന്നും ജീവിക്കുന്നത്. തന്റെ മകന്റെ മനസ്സ് പൂർണ്ണമായും മനസ്സിലാക്കാത്ത അമ്മയ്ക്ക് തന്റെ മകനൊരു പെണ്ണായി കാണാനും മറ്റുള്ളവർ അവനെ കളിയാക്കുന്ന കണ്ടുനിൽക്കാനും കഴിഞ്ഞിരുന്നില്ല. മകനു വേണ്ടി ഒരു കത്തെഴുതി വെച്ച ഒരു മുഴം കയറിൽ അവർ ജീവൻ വെടിഞ്ഞ്. ആ കത്തിൽ തന്റെ മകൻ ജീവിതകാലം മുഴുവൻ ഒരു പുരുഷനായി ജീവിക്കണമെന്നതായിരുന്നു ആ അമ്മയുടെ അവസാന ആഗ്രഹവും. ഇത്രയും ഉയരത്തിലെത്തിയിട്ടും പല തലമുറകൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളത് സമ്പാദിച്ചിട്ടും ലൂക്ക എന്ന മനുഷ്യൻ പൂർണ്ണമായിട്ട് ഒരു സ്ത്രീ ആവണമെന്ന തന്റെ ആഗ്രഹം ജീവന തുല്യം സ്നേഹിച്ച തന്റെ അമ്മയ്ക്ക് വേണ്ടി കുഴിച്ചു മൂടി. സ്വന്തം ഉയർച്ചയിൽ മാത്രം അയാൾ ഫോക്കസ് ചെയ്തു. അങ്ങനെ ഇരിക്കെ തന്റെ എല്ലാ നിസ്സഹായതയും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് അയാളുടെ ജീവിതത്തിലേക്ക് പ്രേം കടന്നു വന്നതും ശരീരം കൊണ്ടൊരു സ്ത്രീ ആവണമെന്ന ആഗ്രഹം വീണ്ടും ലൂക്കയിൽ മുളപൊട്ടി. ഏയ് കിരൺ, വൈ ആർ യു ലുക്കിംഗ് അറ്റ് മീ ലൈക്ക് ദിസ്? നോക്ക് കിരൺ, നീ ഇങ്ങനെ നോക്കുന്നതിന്റെ പ്രേമങ്ങാനും അറിഞ്ഞ നിന്റെ ഈ കണ്ണവൻ കുത്തി പൊട്ടിക്കും. കിരണിന്റെ നോട്ടം കാണി ലൂക്ക വല്ലാത്ത നാണത്തോടെ കിരണിനോടായി പറഞ്ഞു. അത് കാണാൻ കിരൺ ലൂക്കയുടെ ചുറ്റുമൊന്ന് വട്ടം കറങ്ങി നല്ലപോലെ നോക്കി. എന്നാ വിളിച്ചോണ്ട് വാ നിന്റെ പ്രേമിന്. ലൂക്ക കിരണിനെ നാണത്തോടെ നോക്കുന്നു. തലാനായി കയ്യോങ്ങുന്നു. കിരണ തട്ടി മാറ്റുന്നതും കണ്ട് നീലാംബരിയും കാവ്യയും ചിരി കടിച്ചമർത്തി നിന്നു. കാരണം അവരുടെ മനസ്സിൽ ഫോട്ടോഷൂട്ടിനായി കമ്പനി പോകാൻ ഉദ്ദേശിക്കുന്ന ഫൺ ട്രിപ്പ് എങ്ങനെ എൻജോയ് ചെയ്യാമെന്നായിരുന്നു. ഇനി ഒരു ചിരിയുടെ അനന്തരഫലം കൂടി അനുഭവിക്കാൻ വയ്യ. ലൂക്ക വീണ്ടും നീലാംബരിയിലേക്ക് തിരിഞ്ഞു. പ്രതീക്ഷയോടെ നീലാംബരിയെ നോക്കിയ ലൂക്കയുടെ പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ട് ലൂക്ക ആവശ്യപ്പെട്ട മോഡൽ എന്ന സ്ഥാനം നീലാംബരി ഒറ്റവാക്കിൽ നോ പറഞ്ഞ് തള്ളിക്കളഞ്ഞു. നിന്നെ പിന്നെ എടുത്തോളാമെന്നും നീ ഇവിടെ തന്നെ കാണൂല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ലൂക്ക കിരണിനൊപ്പം മീറ്റിംഗ് ഹാളിലേക്ക് പോയി. വൈകുന്നേരം വരെ നീലാംബരിക്കും കാവ്യയ്ക്കും അത്യാവശ്യം നല്ല ജോലികളുണ്ടായിരുന്നു. ജാന്റെ അഭാവത്തിൽ ക്ലയന്റ് മീറ്റിംഗും പുതിയ പ്രൊജക്ടിന്റെ ഫൈനൽ സ്റ്റേജ് തിരക്കുകളൊക്കെയായി കിരണും ഓടി നടന്നു. ദുബൈയിൽ വെച്ച് നടക്കുന്ന ബോളിവുഡ് അവാർഡ് ഷോയുടെ ഭാഗമായി നടിമാരുടെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുക എന്നതായിരുന്നു നാഥ പാരൽസിന്റെ ആദ്യത്തെ പ്രധാന പ്രൊജക്ട്.
ബോളിവുഡിന്റെ പ്രശസ്തരായ മുൻനിര നടിമാർക്ക് ഡെമോ കാണിക്കാനായി നാദ പാരൽസിന്റെ മോഡലുകൾ കോസ്റ്റ്യൂം ട്രൈ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് അയച്ചു കൊടുക്കണം. ഫോട്ടോസ് കളറാക്കാൻ നാദ പാരൽസിന്റെ തന്നെ ടെക്നിക്കലിൽ ഒന്നാണ് പല ലൊക്കേഷനുകളിൽ പോയുള്ള ഫോട്ടോഷൂട്ട്. ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു, തീം കണ്ടുപിടിക്കുന്ന എല്ലാ മീറ്റിംഗ് ഹാളിൽ ഒത്തുകൂടി സിഇഒയുടെ നേതൃത്വത്തിൽ സീനിയർ ഡിസൈനർമാരും ഫാഷൻ ഫോട്ടോഗ്രാഫി ടീം മെമ്പേഴ്സ് ഒരുമിച്ചാണ്. ലൂക്കയുടെ പാർട്ണർ പ്രേമാണ് നാദ പാരൽസിന്റെ പുതിയ ഫാഷൻ ഫോട്ടോഗ്രാഫർ. ദുബായ് ഷോ ഹിറ്റായതിനു ശേഷം ഷൂട്ട് ചെയ്ത ഫോട്ടോസ് പല ഫാഷൻ മാഗസിനും പബ്ലിഷ് ചെയ്യും. അതോടെ ആ വസ്ത്രങ്ങൾ വിപണിയിൽ തിളങ്ങും. ഒരുതരം മാർക്കറ്റിംഗ് തന്ത്രം. 2 ദിവസം അങ്ങനെ കടന്നുപോയി. തറവാട്ടിൽ നിന്ന് തന്നെ ഭയപ്പെടുന്ന വാർത്തകളൊന്നും തന്നെ വരാത്തതിൽ നീലാംബരിക്ക് അല്പം അതിശയം തോന്നാതിരുന്നില്ല. പലപ്പോഴും തന്റെ അമ്മ തന്നിൽ നിന്ന് എന്തൊക്കെയോ മറക്കുന്നതായി അവൾക്ക് തോന്നിയിരുന്നു. 2 ദിവസമായി ജാൻ മാൻഷനിലാണ്. ഓഫീസ് കാര്യങ്ങളൊക്കെ അവൻ സ്വന്തം റൂമിൽ നിന്ന് തന്നെ ചെയ്യാൻ ശ്രമിച്ചു. ആരോടും അധികം സംസാരിക്കാതെ മുറിയിൽ ചടഞ്ഞിരിക്കുന്ന ജാന്റെ അവസ്ഥയിൽ എല്ലാവർക്കും വല്ലാത്ത വിഷമം തോന്നിയിരുന്നു. പക്ഷെ ചാടിക്കടിക്കുന്ന സ്വഭാവപ്രകൃതം കാരണം സ്ത്രീ ഒഴികെ ആരും അവന്റെ അടുത്തേക്ക് പോയി കുശലാന്വേഷണം നടത്താൻ തയ്യാറായില്ല. അതിനിടയിൽ കിരണിന് ജാന്റെ മേലുള്ള തന്നെ സംശയം കൂടി വന്നു. പക്ഷെ ഓഫീസിലെ തിരക്ക് കാരണം കിരൺ ഒന്നും തന്നെ ജാനോട് ചോദിച്ചുമില്ല. 2-3 തവണ നോക്ക് ചെയ്തിട്ടും അനക്കൊന്നും ഇല്ലാത്തതിനാലാണ് സ്ത്രീ ഡോർ തുറന്ന് അകത്ത് കയറിയത്. കട്ടിൽ കമിഴ്ന്നീട് നല്ല ഉറക്കാണ് ജാൻ. ലാപ്പ് ഓണായി ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. തന്റെ മകൻ ഉറക്കത്തിൽ ശല്യം ചെയ്യണമെന്ന് കരുതി സ്ത്രീ പിന്തിരിഞ്ഞടക്കാൻ തുടങ്ങിയതും ഒരു പതിഞ്ഞ പിൻവിളി വന്നു. മമ. സ്ത്രീ ഒരു പുഞ്ചിരിയോടെ ജാനെ തിരിഞ്ഞു നോക്കി. ഉണ്ണിക്കുട്ട, നീ ഉണർന്നെടുക്കുകയാണോ? അവരവന്റെ അരികിലേക്ക് കട്ടിലിരുന്നു. ജാൻ നേരെ സ്ത്രീയുടെ മടിയിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു. അവന്റെ മുടിയഴകളിൽ വിരലോടിച്ചുകൊണ്ട് സ്ത്രീ ജാനെ നോക്കി. അവന്റെ മനസ്സിന് ഉലക്കുന്ന എന്തോന്ന് അവനിൽ കയറി കൂടിയിട്ടുണ്ടെന്ന് സ്ത്രീക്ക് മനസ്സിലായി. ഉണ്ണിക്കുട്ട, ലുക്ക് അറ്റ് മീ. ജാൻ സ്ത്രീയുടെ മടിയിൽ മലർന്നു കിടന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്ന സ്ത്രീ ഒരു പിടപ്പോടെ ശ്രദ്ധിച്ചു. ഉണ്ണിക്കുട്ട, എനിക്ക് നിന്നോട് സംസാരിക്കണം. അതിനുമുമ്പ് നിനക്ക് പറയാനുള്ള ഞാൻ ആദ്യം കേൾക്കട്ടെ. വല്ലാത്ത അതിശയത്തോടെ ജാൻ മുഖമുയർത്തി സ്ത്രീയെ നോക്കി. വാട്ട് മമ്മ? അവന്റെ ചോദ്യഭാഗത്തുള്ള ആ വിളി സ്ത്രീയിൽ ഒരു പുഞ്ചിരി സൃഷ്ടിച്ചു. പറ, എന്താ എന്റെ മോനുടെ മനസ്സിൽ അലട്ടുന്ന പ്രശ്നം? ഈ മമ്മയോട് പറ. അവനൊന്നും പറയാതെ വീണ്ടും അവരുടെ മടിയിൽ മുഖം പൂഴ്ത്തി. അതും കൂടി ആയപ്പോൾ സ്ത്രീക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരുന്നു. കാരണം ഒരു പ്രശ്നമില്ലെങ്കിൽ മുഖത്ത് നോക്കി നോ പറയുന്നവനാണ് ജാൻ. പക്ഷെ അവന്റെ നിശബ്ദത സ്ത്രീയെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കി. ആരുടെയും മുന്നിൽ തലകുനിക്കാൻ താല്പര്യമില്ലാത്ത സ്വഭാവക്കാരനാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും മനസ്സിലുള്ള പറയില്ല അവൻ. പക്ഷെ ഒരു അമ്മയാകാൻ തനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ മനസ്സിൽ തോന്നിയ സംശയം തുറന്നു ചോദിക്കാൻ സ്ത്രീ തീരുമാനിച്ചു. ഉണ്ണിക്കുട്ട, മോനു, നിനക്ക് ആ കുട്ടിയെ ഇഷ്ടാണോടാ? ആ നീലാംബരിയെ? ജാനതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും സ്ത്രീ തന്റെ സംശയങ്ങൾ ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. മറ്റൊരുവന്റെ ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടിയോട് തന്റെ മകൻ എപ്പോഴോ തോന്നിയ ഇഷ്ടം എന്നേക്കുമായി വേരോടെ പറിച്ചെറിയണമെന്ന് അവർ മനസ്സിലുറപ്പിച്ചു. ഉണ്ണിക്കുട്ട, എനിക്കറിയാം മോന്റെ മനസ്സ്. മമ്മയെ ഈ പ്രായം കഴിഞ്ഞാ വന്ന്. മോനറിയാലോ, 20 വയസ്സ് പോലും തികയും മുന്നെയാ എന്റെയും ശിവേട്ടനെയും കല്യാണം കഴിഞ്ഞതും. ഞങ്ങൾക്ക് നീ ജനിക്കുന്നില്ല. ഞാൻ MBBS തുടങ്ങിയിട്ടേ ഉള്ളൂ അന്ന്. നീ ജനിച്ചതിന് ശേഷം ഞാൻ പഠനം വരെ കംപ്ലീറ്റ് ആക്കിയത്. പഠിക്കുന്ന കാലം മുതലെയുള്ള ഇഷ്ടാ എനിക്ക് നിന്റെ അച്ഛനോട്. അദ്ദേഹത്തിനും അത് അങ്ങനെ തന്നെയായിരുന്നു. എന്നെ ശിവേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിൽ ഏറ്റവും സന്തോഷം എൻ്റെ നാഥേട്ടനായിരുന്നു. പക്ഷേ എൻ്റെ പഠനം കഴിയട്ടെ എന്നായിരുന്നു ഏട്ടൻ്റെ നിർബന്ധം. അതനുസരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ശിവേട്ടൻ എന്നെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണമെന്നായിരുന്നു. നാഥേട്ടൻ പറയാറുള്ളത് സ്ത്രീകൾ എപ്പോഴും സ്വതന്ത്രമായിരിക്കണമെന്നും പഠിച്ച് ജോലിയൊക്കെ നേടി സ്വന്തം കാലിൽ നിൽക്കണമെന്നുമാണ്. അതുപോലെ തന്നെ എപ്പോഴും അദ്ദേഹം പറയായിരുന്നു, നമ്മൾ സ്വയം റെസ്പെക്റ്റ് കൊടുക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് അവരുടെ തീരുമാനങ്ങൾക്കും ബഹുമാനം കൊടുക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യണമെന്ന്. നമ്മുടെ മനസ്സിലുള്ള ആരുടെയും തലയിൽ അടിച്ചേൽപ്പിക്കാൻ. മമ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. സ്ത്രീ പറഞ്ഞ് പൂർത്തിയാക്കുമ്പോൾ തന്നെ അവരെ തടഞ്ഞുകൊണ്ട് ജാൻ മുഖമുയർത്തി സ്ത്രീയെ നോക്കി. അവന്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. തന്റെ മുഖത്ത് ദയനീയ ഭാവത്തിൽ നോക്കുന്നവനെ വല്ലാത്തൊരു പിടപ്പോടെ സ്ത്രീ നോക്കി. മോനെ, ഞാൻ പറഞ്ഞു വന്ന് മനസ്സിലായി. എന്റെ മാമ ഒരു വില്ലനായിട്ടാണോ കാണുന്നത്? എന്റെ മനസ്സിലുള്ള ഞാൻ ആരിലും അടിച്ചേൽപ്പിക്കാനൊന്നും നോക്കിയിട്ടില്ല. ഞാനത് ചെയ്യുകയില്ല. മാമ ചോദിച്ചില്ലേ ആ കുട്ടിയെ? യെസ്, ഐ ലവ് ഹർ. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഹാപ്പൻഡ്. മാമ പ്ലീസ്. എന്ന് കരുതി ഞാൻ ആ കുട്ടിയിൽ എൻ്റെ ഇഷ്ടം ഒരിക്കലും അടിച്ചേൽപ്പിക്കില്ല. ഐ നോ ഷീ ഈസ് നോട്ട് മൈൻ. ആൻഡ് അവൾ മറ്റൊരാളുടെ പ്രണയമാണ്. പക്ഷേ മോനും വേദനിക്കുന്നത് നീയാ. നിന്റെ ഹൃദയം നേർന്ന് ഞാൻ കാണുന്നുണ്ട്. വേറെ ഏത് കുട്ടിയെ വേണമെങ്കിൽ നീ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതെന്ന് നീ പറ. അവൾ ആരായാലും ഏത് നാട്ടുകാരിയായാലും എങ്ങനെയുള്ളവളായാലും ഈ മമ്മ കൊണ്ടുവരുന്ന നിനക്കായി. പക്ഷേ അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന ഒരാളായിരിക്കണം. മറ്റാരുടെയും പ്രണയം നമുക്ക് വേണ്ട മോനും. നിന്റെ അങ്കിളുടെ അവസ്ഥ മോനും ഉണ്ടാവരുത്. മോനറിയാലോ, നമ്മുടെ കിരൺ, അവൻ്റെ അമ്മ ആരാണെന്ന് ഒരിക്കലും ഏട്ടൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ആ ബന്ധം കാരണം അതേ മറ്റൊരു വിവാഹം പോലും കഴിക്കാണ്ടിരുന്ന്. എന്നിട്ടും കുറേ കാലങ്ങൾക്ക് ശേഷം മറ്റൊരു പ്രണയം ഉണ്ടായപ്പോൾ എന്തോ പറഞ്ഞു തുടങ്ങിയ സ്ത്രീ പെട്ടെന്ന് നിർത്തി. മമ്മ. വിശ്വസിക്കാനാവാതെ ജാൻ സ്ത്രീയെ നോക്കി. സ്ത്രീ ഒരു നിമിഷം ആശയക്കുഴപ്പത്തിലായി. അറിയാതെ വായിൽ നിന്ന് വന്നുപോയതാണ്. പക്ഷെ ഇത് തന്നെയാണ് കറക്റ്റ് ടൈം. തൻ്റെ ഉണ്ണിക്കുട്ടിനോട് എല്ലാം പറയണം.
കാരണം അവന് ഏട്ടൻ്റെ അവസ്ഥ ഉണ്ടാവരുത്. ഒന്ന് ശ്വാസം വലിച്ചെടുത്ത് അവർ തുടർന്നു. അതെ, എനിക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം മറ്റാരോടും പറയില്ലെന്ന് ഞാൻ ഏട്ടന് വാക്കുകൊടുത്തതാ. അന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അദ്ദേഹത്തെ വേണ്ടാത്ത മോട്ടിവേഷൻ കൊടുത്തും ആ പ്രണയത്തെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞയച്ച് അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിലേക്കാണെന്ന്. എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല ഉണ്ണിക്കുട്ട. അറിഞ്ഞോ അറിയാതെ ഞാൻ എൻ്റെ ഏട്ടൻ്റെ മരണത്തിലേക്കാണോ അതോ മറ്റെന്തിലേക്കെങ്കിലും ആണോ പറഞ്ഞയച്ചെന്ന് എനിക്കറിയില്ല. ജാൻ ബെഡിൽ നിന്ന് ചാടി എണീറ്റു. മമ്മ, ഐ കാൻ ബിലീവ് ദിസ്. ഈ കാര്യം നിന്നെ ഇത്രയും കാലം അമ്മയിൽ നിന്ന് മറച്ചു വെച്ചു. പറമമ്മ, യുനോ മമ്മ, ഞാൻ ഈ വർഷോത്രി അങ്കിളിനെ കണ്ടെത്താനായിട്ട് അറിയാത്ത സ്ഥലങ്ങളില്ല. ആർക്കും അറിയില്ലെങ്കിലും മമ്മിക്ക് അറിയായിരുന്നല്ലോ അത്. അഡ്വഞ്ചർ ട്രാവൽ എന്ന പേരിൽ അങ്കിൾ പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ. ഡോണ്ട് യു നോ ദാറ്റ് ഐ വാണ്ടഡ് ലൈക്ക് എ ഡോഗ്. മോനു, അത് സ്റ്റോപ്പ് ഇറ്റ്. ആർ യു സെൽഫിഷ്? ഇപ്പൊ എന്തിനിത് പറഞ്ഞു? സ്വന്തം മകന്റെ കാര്യം വന്നപ്പോ ഞാനും അങ്കിളിനെ പോലെ പ്രണയത്തിന്റെ പേരിൽ നഷ്ടവും തോന്നിയപ്പോഴാണോ? ആണോ? ജാൻ അലറി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.